പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ മെയ് മാസം 26-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ആമേൻ 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 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കർത്താവിൻ്റെ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ, അത്ഭുതകരമായി നടത്തുന്ന ദൈവം, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ കരം ഉയർത്തി പറഞ്ഞ് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. വൺ മോർ ടൈം പറഞ്ഞാണ്ട് എൻ്റെ യേശു നല്ലവനാകുന്നു, യേശുവിൻ്റെ ദയ എന്നോടുള്ളത് വലുതാകുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോട് വലുതാകുന്നു. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നോടുള്ളത് വലുതാകുന്നു. ഈ പ്രഭാതത്തിൽ ആരാധിച്ചാട്ട് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് ആമേൻ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് കർത്താവിൻ്റെ മക്കൾ പറയട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് പ്രഭാതി പറയാം, എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്ക് നല്ലത്, മനുഷ്യനിൽ ആശ്രയിക്കുന്ന അല്ല എനിക്ക് നല്ലത്, എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 118-ാം സങ്കീർത്തനത്തിൽ നിന്നാ ഈ വചനം പറഞ്ഞത്. ആമേൻ. കരം ഉയർത്തി ഒന്നുകൂടെ പറ, എൻ്റെ കർത്താവ് നല്ലവനല്ലോ, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ചൊവ്വാഴ്ച ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ആമേൻ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും കർത്താവിൻ്റെ ദാനമാണ്. യേശുവിൻ നാമത്തിൽ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം തന്നെ മക്കൾക്കുണ്ടാകട്ടെ. ശാരീരികമായ ക്ഷീണങ്ങളെ, ബലഹീനതകളെ എല്ലാം വിട്ടുമാറട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ജോലി സ്ഥലത്ത് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ, ബിസിനസ്സിൽ സ്വസ്ഥതയുണ്ടാകട്ടെ, വർക്ക് പ്ലേസുകളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ, വർക്ക് പ്ലേസുകളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. വർക്ക് പ്ലേസുകളിൽ ദൈവിക സംരക്ഷണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കർത്താവേ. അതുപോലെ സ്വപ്നങ്ങൾ കണ്ടു ഭയപ്പെടുന്നവർ, ആമേൻ, രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നവർ, ആമേൻ, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റായ സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും മാറിപ്പോകട്ടെ. സ്വർഗീയ സ്വപ്നങ്ങളാൽ തൻ്റെ മക്കൾ നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തി നടക്കണേ. കാൽമുട്ടുകൾക്ക് ആമേൻ ബലഹീനത അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കലൂടെ നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം. നാളത്തെ നമ്മുടെ സ്പെഷ്യൽ എൻകൗണ്ടർ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ. മഹിമപൂർണ്ണമായി തീരട്ടെ. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നാളെ രാവിലെയാണ് നമ്മുടെ എൻകൗണ്ടർ ഹിസ് പ്രസൻസ് എന്ന മീറ്റിംഗ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഇവിടുത്തെ സമയം 9:30 മുതൽ 12:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപയുണ്ടാകട്ടെ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ
നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ ആരാകുന്നു? ഞാൻ മാറാത്തവനാകുന്നു, അനന്യനാകുന്നു. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ആമേൻ. ഈ പ്രഭാതത്തിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം, നമ്മളെ ശക്തീകരിക്കുന്ന വചനം കർത്താവ് തന്നിരിക്കും. യെശയ്യാ 46 സാഹചര്യമെന്ന് പറയുന്നത്, അവർ ആ കാലഘട്ടത്തിൽ ആ ജനം വളരെ പ്രയാസങ്ങളുടെ നടുവിലൂടെ പോവുകയാണ്. ആമേൻ. അവർക്ക് ചുറ്റും പല രീതിയിലുള്ള അനാചാരങ്ങളും ആമേൻ അസ്വസ്ഥതകളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവരോട് ഒരു അസാധാരണമായ സത്യം അവരെ അറിയിക്കുക. എന്താണ്? ആമേൻ. ഈ ലോകത്തിൽ എന്നാക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാകും. ഞാൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. വേറെ ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? ഞാൻ ചുമന്നു വിടുവിക്കും. ആമേൻ. ലിവിങ് ഗോഡ് ക്യാരീസ് ഹിസ് പീപ്പിൾ. ആമേൻ. ജീവിക്കുന്ന ദൈവം തന്നെ ജനത്തെ എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. ഈ പ്രഭാതത്തിൽ കർത്താവ് നിൻ്റെ ബലഹീനതയിൽ നിന്നെ ക്യാരി ചെയ്യും. നിൻ്റെ ആവശ്യങ്ങൾ വന്നാൽ ക്യാരി ചെയ്യും. ഒരു കുഞ്ഞും അപ്പനും കൂടെ നടന്നു പോകുമ്പോൾ കുഞ്ഞ് ഇടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ അപ്പൻ്റെ കാലിലോട്ട് ഇങ്ങനെ വട്ടം പിടിക്കും. അപ്പം എടുക്കപ്പ എന്ന് പറഞ്ഞോട്ട്, എന്ന് വെച്ചാൽ കൊച്ചിനെ നീ നടക്കാൻ മേലെ, കാല് ബലഹീനമായി. അപ്പോൾ അപ്പൻ എന്നാ ചെയ്യും? അപ്പം കൊച്ചിനെ ക്യാരി ചെയ്യും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരു സാഹചര്യം ആവശ്യം വന്നാൽ അവൻ നമ്മളെ എടുത്തുകൊണ്ട് നടക്കാൻ ശക്തനാണ്. അവൻ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. ലിറ്ററലി ആണെങ്കിലും അവൻ സ്പിരിച്വലി പറഞ്ഞാലും അവൻ നമ്മളെ കൊണ്ട് നടക്കുന്ന ദൈവമാണ്. അവൻ കർത്താവ് പറയുക, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. എനിക്ക് നിൻ്റെ യാത്രകളെല്ലാം അറിയാം. നമ്മൾ വിചാരിക്കും എൻ്റെ ജീവിതം മൊത്തം അറിയാം. നിൻ്റെ ആരംഭം മുതൽ നിൻ്റെ ഒടുക്കം വരെ കർത്താവിനറിയാം. ആരംഭത്തിൽ തന്നെ അവൻ അവസാനം അറിയുന്നു. പൂർവ്വകാലത്ത് തന്നെ വരുവാനുള്ളത് അവൻ അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ യാത്രകളെ അറിയാവുന്നവൻ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട് ഞാനങ്ങ് സ്വർഗത്തിൽ അപ്പൻ്റെ അടുക്ക മടങ്ങി ചെല്ലുവോളമുള്ള യാത്രാരേഖകൾ, യാത്രയുടെ പ്ലാനുകൾ തയ്യാറാക്കി അതിന് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നവനാ കർത്താവ്. എന്നിട്ടോ ഈ യാത്രയിൽ എവിടെയെങ്കിലും ഞാൻ ക്ഷീണിതനായാൽ അവൻ എന്ത് ചെയ്യും? അവൻ എന്നെ ക്യാരി ചെയ്യും, അവൻ എന്നെ എടുക്കും. ആമേൻ. ഒരിക്കലും അവൻ എന്നെ കൈവിടത്തില്ല. ഒരു കാരണവശാലും അവൻ എന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും നല്ല വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കും. അവൻ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ആമേൻ, ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭയം കയറി വരും. ആമേൻ. അതുകൊണ്ടാണ് വേദവസം പറയുന്നത്, ആമേൻ, കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നതിനകത്ത് ഒരിക്കലും ടയേർഡായി പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ചെറുപ്രായം മുതൽ നമ്മുടെ വാർദ്ധക്യം വരെ, ഫ്രം മൈ ബിഗിനിങ് ടു മൈ ഡെസ്റ്റിനി, എൻ്റെ പൂർത്തീകരണം വരെ, ആമേൻ, എൻ്റെ കർത്താവിൻ്റെ കൈയുടെ കീഴിൽ ഞാൻ സുരക്ഷിതനാണ്. അവൻ്റെ കൈ എൻ്റെ മേലുണ്ട്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷയിൽ ടയേർഡായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ടയേർഡായിട്ടിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്താകുന്നു ആകെ ഒരു സമാധാനക്കുറവിൽ നിങ്ങൾ അനുഭവിക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കാം. പക്ഷേ കർത്താവ് പറയുക, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിങ്ങളല്ല ചുമക്കുന്നത്, കർത്താവാണ് നമ്മളെ ചുമക്കുന്നത്. ഏത് വിഷയമാണെങ്കിലും ഓടിച്ചെല്ലുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ട്, ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾക്കറിയാമോ, ഈ ശിഷ്യന്മാർ യേശു മരിക്കുന്നതിന് മുമ്പ് അവരെ എക്സ്പീരിയൻസ് ചെയ്തു. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. യേശു അവൻ ക്രൂശിൽ മരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഭാരമായിപ്പോയി. അവർ വിചാരിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷേ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ വേറൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അതാണ് പരിശുദ്ധാത്മാവ്. യേശു തന്നെ ആത്മാവായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ എന്ത് ചെയ്യുക? വഴി കാട്ടുകയാണ്. നമ്മുടെ ഭാരങ്ങളിൽ അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മളെ എടുത്തുകൊണ്ട് നടക്കേണ്ടപ്പോൾ അവൻ നമ്മളെ എടുത്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ആ യേശുവിനോട് അങ്ങ് സംസാരിച്ചാട്ടെ, യേശുവുമായിട്ട് ചേർന്ന് നിന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ നമ്മളെ സംരക്ഷിച്ച ദൈവം, അവൻ ഇന്നും നാളെയും നമ്മളെ സംരക്ഷിക്കുവാനും നടത്തുവാനും അവൻ മതിയായവനായ ദൈവം. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? ഈ ഭാരങ്ങൾ നമ്മൾ ചുമക്കരുത്. അത് കർത്താവ് ചുമന്നോളാന്ന് പറയും. കർത്താവ് ചുമന്നോളാന്ന് പറഞ്ഞത് നമ്മൾ ചുമക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാ ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ്റെ കയ്യിലോട്ട് കൊണ്ടു. അപ്പം ഇത് ഞാൻ ചുമക്കണ്ടെന്നല്ലേ അപ്പ പറഞ്ഞ്, ഇത് അപ്പൻ്റെ കയ്യിലിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് എന്നാണ് പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യണം. ആമേൻ. എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അവൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണം. ആമേൻ. സ്തോത്രം. എവിടെയെങ്കിലും നമ്മൾ ബലഹീനരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, സ്തോത്രം,
ആമേൻ, വിശ്വസിക്കുക. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ബലഹീന സമയങ്ങളിൽ ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കേണ്ട വന്നാൽ ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് അത് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ വണ്ടി ഓടിക്കുമ്പോൾ പുറകിലത്തെ സീറ്റിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ഒരുപക്ഷെ ഭയങ്കര വളവും തിരിവുള്ള വഴിയായിരിക്കാം, ഒരുപക്ഷെ അവർ ആദ്യമായിട്ട് പോകുന്ന വഴിയായിരിക്കാം. പക്ഷേ കൊച്ചിനൊരു ടെൻഷനുമില്ല. കൊച്ചിനറിയാം അപ്പൻ കൊണ്ടുപോയിക്കോളും. സ്തോത്രം. കൊച്ചിന് വഴിയും അറിയത്തില്ല, എങ്ങോട്ടാണ് പോകണമെന്നും അറിയത്തില്ല. പക്ഷേ കൊച്ചു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. അതിന് കാരണം എന്നാ? ആ കൊച്ച് അവൻ്റെ അപ്പനിൽ ട്രസ്റ്റ് ചെയ്യുന്നു. ആമേൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനും നിങ്ങൾക്ക് യേശുവിൽ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം. അവൻ നിങ്ങളെ ചുമക്കും, അവൻ നിങ്ങളെ വിടുവിക്കും, നിങ്ങളെത്തേണ്ടടുത്ത് അവൻ നിങ്ങളെ എത്തിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവൻ പറഞ്ഞ് ലോകാവസാനത്തോടെ എല്ലാ നാളും കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ യേശുവിൽ ട്രസ്റ്റ് ചെയ്യും. ഹീ വിൽ ടേക്ക് കെയർ ഓഫ് യു. അവൻ നിങ്ങളെ സൂക്ഷിക്കും, അവൻ നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകയാത്രയിൽ അങ്ങ് ഞങ്ങൾക്ക് മനോഹര വാഗ്ദത്തങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട്, എൻ്റെ കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കണ്ണ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.